ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടികയിൽ നിന്നും യുവ നേതാക്കളെ വെട്ടിയൊതുക്കിയതായുള്ള ആരോപണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് ഒന്ന് ഗോകുൽ യുവരാജ്, അതോടൊപ്പം തന്നെ ഉല്ലാസ് ബാബു അടക്കമുള്ള നേതാക്കളെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ചർച്ച കൊഴുക്കുന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിലല്പം വാസ്തവമുണ്ട്, വാസ്തവമില്ലാതെ ഇല്ല. വലിയ പരാതി ഈ ഭാരവാഹി പട്ടികയെക്കുറിച്ച് ഉയർന്നിട്ടില്ലെങ്കിലും യുവ നേതാക്കളെ ഒഴിവാക്കിയതിൽ കടുത്ത വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. യുവരാജ് ഗോകുൽ, അതുപോലെ ഉല്ലാസ് ബാബു, അതുപോലെ സന്ദീപ് വചസ്പതി. ഈ സന്ദീപ് വചസ്പതി ഇപ്പോൾ ആലപ്പുഴ എനിക്ക് തോന്നുന്നു ജില്ലാ പ്രസിഡൻ്റാണ്. പക്ഷേ സന്ദീപ് വചസ്പതി അങ്ങനെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റായിട്ട് ഒതുങ്ങേണ്ട ആളാണോ, അതോ അതിനേക്കാൾ കുറേ കൂടെ ഉയർന്ന ഒരു സംസ്ഥാനതല ചുമതല അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നോ എന്ന സംശയം ഉണ്ട്. അത് ഞാനൊരു വ്യക്തിപരമായ സംശയം ഉന്നയിക്കുന്നതല്ല, പൊതുവെ ഉയരുന്നൊരു സംശയത്തെ മുന്നോട്ട് വെക്കുകയാണ്. അതിനകത്ത് സാങ്കത്യമുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ആ സംശയം ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നുമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഈ യുവ നേതാക്കൾ എവിടെ? ഇവരെ എന്തിനു മാറ്റി? ഇത് ആരുടെ താല്പര്യമാണിത് എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. നമ്മൾ ഈ അമിത്ഷാ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച, അമിത്ഷാ വളരെ വ്യക്തമായൊരു സന്ദേശം കൊടുത്തു. അത് ഈ പരിപാടി നമ്മുടെ ഈ വാർഡ് തല നേതൃപ്രവർത്തക സംഗമം, ആ സംഗമത്തിൽ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, പി.കെ. കൃഷ്ണദാസ് ഉണ്ടായിരുന്നു, മറ്റ് മുതിർന്ന നേതാക്കൾ ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ അല്പം മാറിയാണ് ഇരുന്നത്. അദ്ദേഹം സുരേന്ദ്രനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജീവ് ചന്ദ്രശേഖറിനോടും ഒപ്പം സുരേന്ദ്രനോടും മറ്റെല്ലാ നേതാക്കളോടും അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ സുരേന്ദ്രൻ നടത്തിയ മികച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ബി.ജെ.പിക്ക് വോട്ട് കൂടിയത്. വോട്ട് ശതമാനം വർദ്ധിച്ചു. ഏതാണ്ട് 19.something നമ്മൾ എത്തിയല്ലോ, ബി.ജെ.പി എത്തിയല്ലോ. അവിടെ അദ്ദേഹം പറഞ്ഞതാണ്, നമ്മൾക്ക് ഈ നേട്ടമുണ്ടായത്, എൻ്റെ വാക്കുകളല്ല അമിത്ഷായുടെ വാക്കുകളാണ്, നമുക്ക് ഈ നേട്ടമുണ്ടായത് സുരേന്ദ്രനെ പോലെയുള്ള ആൾക്കാർ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഗൗരവം കൊടുക്കണം, പരിഗണന കൊടുക്കണം. അതായത് സുരേന്ദ്രൻ പക്ഷത്തിന് കാര്യമായ ഒരു പരിഗണന ഈ ഭാരവാഹി പട്ടികയിൽ നൽകിയില്ല എന്നൊരു പരാതി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ല. അപ്പോൾ മാത്രമല്ല, എല്ലാവരും ഒത്തൊരുമിച്ച് പോകണം. നിങ്ങൾ ഒത്തൊരുമിച്ച് പോയില്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം സാധിക്കാൻ കഴിയില്ല, നമുക്കത് അസാധ്യമാകും എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലൈവായിട്ട് കേട്ടില്ല, പിന്നീട് പല ചാനലുകളിലുമൊക്കെ അത് വന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു സന്ദേശമാണ് കൊടുത്തത്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം. വിഘടിച്ച് നിന്നാൽ നമുക്ക് ഒരിക്കലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഉള്ള പരാതികൾ പരിഹരിക്കപ്പെടണം. ആ വെളിച്ചത്തിൽ നമ്മൾ ഈ ചെറുപ്പക്കാരായ ഈ ബി.ജെ.പിയുടെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ബി.ജെ.പിക്ക് വേണ്ടി പ്രതിരോധമൊരുക്കാനും ബി.ജെ.പിക്ക് വേണ്ടി രാഷ്ട്രീയമായ ആക്രമണങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ നടത്താനും ചർച്ചകൾ കൊണ്ടുപോകാനും ബി.ജെ.പിയുടെ ഭാഗം കൃത്യമായിട്ട് വിശദീകരിച്ച് ന്യായീകരിച്ച് അതിലെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന നേതാക്കളാണ്. അത് ഇപ്പോൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. നമുക്കറിയാം, CPM-നുണ്ട്, CPI-ക്കുണ്ട്, കോൺഗ്രസ്സിനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. അതിൽ ചെറുപ്പക്കാരായ ധാരാളം ആൾക്കാർ, നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന മിടുക്കരായ നേതാക്കൾ, പല യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ചില നേതാക്കൾ സംസാരിക്കുന്നത് കണ്ടാൽ നമ്മൾ അറിയാതെ കേട്ടിരുന്നു പോകും. അത്ര മിടുക്ക് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് CPM ഈ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം CPM-ൻ്റെ ചെറുപ്പക്കാരായ നേതാക്കൾ പലപ്പോഴും ചർച്ചയിൽ ചാവേറുകളാകുകയാണ്. അവർക്ക് പറയാൻ മറുപടി ഇല്ലാതെ അവർ വളരെ കിടന്ന് എന്താ പറയുക വെള്ളം കുടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് CPM-കാർ ആലോചിക്കട്ടെ, അവരുടെ ആൾക്കാരെ എങ്ങനെയൊക്കെ അവർ തയ്യാറാക്കണം എന്നുള്ളത്. പക്ഷേ ഇടക്കാലത്ത് നമ്മൾ കണ്ടതാണ്, നല്ല മികച്ച നേതാക്കൾ അവർക്ക് ചർച്ചയ്ക്കായിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഈ കഴിഞ്ഞ യുവനിരയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് DYFI-യുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ എവിടെ ഒരു തെറ്റ് പറ്റുന്നുണ്ട്, അവർക്ക് പോരായ്മകളുണ്ട്. പുതിയ ചെറുപ്പക്കാർ കൂടുതലായിട്ട് കടന്നു വരുന്നില്ല. അവിടെ എന്തോ ഒരു തടസ്സം അവർക്ക് ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട്, പ്രത്യേകിച്ചും 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് തൊട്ട് തന്നെ CPM വലിയ പ്രതിരോധത്തിലായിപ്പോയി.
അവർക്ക് മികച്ച ആൾക്കാരെ ചാനൽ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, പറഞ്ഞത് പലതും അബദ്ധമാകുന്നത് നമ്മൾ കണ്ടു. ആ അബദ്ധം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അവരെ ട്രോളുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ യൂത്ത് കോൺഗ്രസ്സോ BJPയോ അങ്ങനെയല്ല. BJPയിൽ ഈ സന്ദീപ് വാര്യർ പോയ സമയത്ത് ഒരു വലിയ വിടവുണ്ടായെങ്കിലും അത് ഈ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ നികത്താൻ സാധിച്ചു. ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ കോൺഗ്രസ്സിന് അത് വലിയ നേട്ടമായി. അദ്ദേഹം BJPയിൽ മാത്രമല്ല കോൺഗ്രസ്സിൽ നിന്നാലും എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് സന്ദീപ് വാര്യർ. പക്ഷേ ആ വാര്യരോട് പോലും കോർത്തുന്നില്ല. അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം, പണ്ട് സന്ദീപ് വാര്യർ വരുമ്പോൾ നാം ഈ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ചർച്ചയുണ്ടല്ലോ. കാരണം എന്താണോ വിഷയം അതിനെ കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ച് എതിരാളികളെ പരാജയപ്പെടുത്തുക. പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യറിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും BJPക്കാരെ ചൊറിഞ്ഞ് ആ ചർച്ച കുളമാക്കുക. അല്ല, അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ കൃത്യമായ ഒരു ഇടം പിടിക്കണം. അത് കോൺഗ്രസ്സുകാരുടെ UDFന്റെ ഒക്കെ അവരുടെ ഒരു പിന്തുണ, അതായത് സന്ദീപ് പരിപൂർണമായിട്ടും നമ്മുടെ ആളായി മാറി. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ചർച്ചയ്ക്കല്ല പ്രാധാന്യം, സ്വന്തം ഇടം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഞാനതിനെ രാഷ്ട്രീയത്തിലെ ഒരു ഇതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ സന്ദീപ് വാര്യരിലെ ആ ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ അവിടെ പിന്നിലേക്ക് പോകും എന്നുള്ളൊരു അപകടം അതിനകത്തുണ്ട്. അതൊക്കെ സന്ദീപ് വാര്യർ ശ്രദ്ധിക്കട്ടെ. പക്ഷേ സന്ദീപ് വാര്യരോട് പോലും ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയുന്ന യുവനിര ഇന്ന് BJPയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അവരെ ഒഴിവാക്കിയപ്പോൾ അത് വലിയ ചോദ്യം ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് BJP കൂടുതൽ ആഴത്തിൽ ചിന്തിക്കട്ടെ. ഇത് ആരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഇവിടുത്തെ പൊതുവെ മാധ്യമങ്ങൾ ചില BJP നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് വാർത്തകൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യുവരാജ് ഗോകുൽ ഒരു പോസ്റ്റ്, ഈ നേതൃസമ്മേളനത്തിനെത്തിയ യുവരാജ് ഗോകുൽ ഇതിൻ്റെ മുമ്പിൽ നിന്ന്, ആ സമ്മേളനം നടക്കുന്ന പന്തലിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടു. ഉടനെ അത് യുവരാജ് ഗോകുൽ പുറത്തേക്ക് അതൃപ്തി പുകയുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്യാനാണ് മാധ്യമങ്ങൾ താല്പര്യപ്പെട്ടത്. മാധ്യമങ്ങൾക്കത് ചെയ്യാതിരിക്കാം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ കൊടുക്കുമ്പോൾ ആ മാധ്യമത്തിൻ്റെ വിശ്വാസ്യത തകർന്നു പോവുകയാണ്, ആ മാധ്യമ പ്രവർത്തകൻ്റെ വിശ്വാസ്യത തകർന്നു പോവുകയാണ് എന്നൊരു ദോഷം അതിനകത്തുണ്ട്. അത് അവർ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത്. പക്ഷേ അതിന് മറുപടിയായിട്ട് യുവരാജ് ഗോകുൽ ഫേസ്ബുക്കിൽ BJP ഓഫീസിൽ അകത്തിരുന്നു കൊണ്ട് തന്നെ ഒരു പടമെടുത്ത്, ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തു. താൻ എവിടെ നിന്ന് ആരംഭിച്ചു, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെയുള്ളത് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരളവ് വരെ വലിയ ചർച്ചയാകുകയും ഒരുപാട് പേരുടെ പിന്തുണ അതിന് ലഭിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, BJPയുടെ ഫേസ്ബുക്കിൽ വന്ന് ആൾക്കാർ ചോദിക്കുന്നു, എവിടെ ഈ ചെറുപ്പക്കാർ എവിടെ? കേവലം ഒരു യുവരാജ് ഗോകുലിനെ മാത്രമല്ല ചോദിക്കുന്നത്, ഉല്ലാസ് ബാബുവിനെ കുറിച്ചും സന്ദീപ് വചസ്പതിയെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു ഭയമുണ്ട്, ഇവരുമൊക്കെ ഈ സന്ദീപ് വാര്യരെ പോലെ തെറ്റിപ്പോകുമോ എന്നൊരു ഭയം ഇതിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ പിന്തുടരുന്ന കുറേ ആൾക്കാർക്കെങ്കിലും ഉണ്ട് എന്നുള്ള സത്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് ആരുടെ താല്പര്യം ആണെങ്കിലും ശരി, ഇത്തരം ചെറുപ്പക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല. അത് ആത്മഹത്യാപരമാണ്. അത് എത്രയും പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ അത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവരെ ഈ പറയുന്നത് പോലെ എല്ലാവരെയും ഒരു മുൻനിരയിലെത്തിച്ച് അങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ അവരെ അർഹിക്കുന്ന ചില പദവികളിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ കൂടി സഹായത്തോടു കൂടി ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളിത് പരാജയപ്പെട്ടു പോകും എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും, BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, ചെറുപ്പക്കാരെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അവർക്ക് ശരിയായ മതിപ്പ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഭാവി ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം. അത് ഏത് പാർട്ടിയാണെങ്കിലും, അത് ഇതിൻ്റെ നേതൃനിരയിലിരിക്കുന്ന ആൾക്കാർ, CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നേതൃനിരയിലിരിക്കുന്നവർ അത് ചിന്തിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.